കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ച് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 2025 മൂന്നാം സീസൺ. ഫറോക്ക് ചാലിയാറിന്റെ ഓളപ്പരപ്പിൽ ആവേശത്തിന്റെ തുഴയെറിഞ്ഞ അഴീക്കോടൻ അച്ചാംതുരുത്തി വേഗരാജാക്കന്മാരായി. പാലിച്ചോൻ അച്ചാംതുരുത്തി എ ടീമിനെ പരാജയപ്പെടുത്തിയായിരുന്നു അഴീക്കോടൻ അച്ചാംതുരുത്തിയുടെ മുന്നേറ്റം. ജലമഹോത്സവത്തിൽ 15 ചുരുളൻ വള്ളങ്ങൾ മാറ്റിരിച്ചു. അതിവേഗതയോടെ ചാലിയാറിനെ മുറിച്ച് കുതിച്ചു പായുന്ന ചുരുളൻ വള്ളങ്ങളെ ആർപ്പുവിളികളോടെയാണ് കാണികൾ സ്വീകരിച്ചത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള 15ഓളം ചുരുളൻ വള്ളങ്ങളാണ് ജലോത്സവത്തിൽ മാറ്റുരച്ചത്. വാശിയേറിയ മത്സരത്തിനൊടുവിൽ അഴീക്കോടൻ അച്ചാംതുരുത്തി സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പാലിച്ചോൻ അച്ചാംതുരുത്തി എ ടീമിനെ പരാജയപ്പെടുത്തി അഴീക്കോടൻ അച്ചാംതുരുത്തി ഒന്നാം സ്ഥാനത്തെത്തിയത്. ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്, അതിയായ സന്തോഷമുണ്ട്. ടീം വർക്കാണല്ലോ, ടീമിന്റെ ആ ഒരു വർക്ക് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര നല്ല രീതിയിൽ വിജയം നേടാൻ ഞങ്ങൾക്ക് സാധിച്ചത്. എല്ലാം ടീമാണല്ലോ. കഠിനാധ്വാനത്തിന്റെ ആത്മസമർപ്പണത്തിന്റെയും വിജയമാണ് അഴീക്കോടൻ അച്ചാംതുരുത്തി നേടിയത്. വടക്കൻ കേരളത്തിലെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CBL ആരംഭിച്ചതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. മലബാറിലെ ടൂറിസത്തിന് ഏറെ പ്രചരണം വരാൻ ഈ CBL മലബാറിലെ കൂടി വടക്കൻ ജില്ലകളിലെ കൂടി കൊണ്ടുവരാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. നല്ല നിലയിൽ ജനങ്ങൾ അത് ഏറ്റെടുത്തു, ജനങ്ങൾ പൊതുവെ സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അഴീക്കോടൻ അച്ചാംതുരുത്തിക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസ് 1.5 ലക്ഷം രൂപയുടെ സമ്മാനത്തുക കൈമാറി. രണ്ടാം സ്ഥാനം നേടിയ പാലിച്ചോൻ അച്ചാംതുരുത്തി എ ടീം 1 ലക്ഷം രൂപയും മൂന്നാമതെത്തിയ AKG പടോതുരുത്തി എ ടീം 50,000 രൂപയും സ്വന്തമാക്കി. ഫ്ലൈ ബോർഡിംഗ് കാണികൾക്ക് വേറിട്ടൊരു അനുഭവമായി. വള്ളം കളിയുടെ ഇടവേളകളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അമൃത ന്യൂസ്, കോഴിക്കോട്.